ആദ്യമായി ബാംഗ്ലൂരിൽ ഊബർ ഓടാൻ വരുന്ന ആൾക്കാർക്കുള്ള ടിപ്പാണ്. നിങ്ങൾ ആദ്യം ബാംഗ്ലൂരിലെത്തി വണ്ടി എടുത്തു കഴിഞ്ഞാൽ അധികവും രാത്രി കാലങ്ങളിൽ മാത്രം വാഹനം ഓടാൻ ശ്രമിക്കുക. കാര്യം ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വന്നുടനെ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ഐഡിയ കിട്ടില്ല, തിരിയേണ്ട സ്ഥലങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് 2-3 ദിവസമെങ്കിലും നൈറ്റ് മാത്രം ട്രിപ്പ് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം പിന്നെ വരുന്ന ദിവസങ്ങളിൽ രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഓടുക. വൈകുന്നേരം 4 മണി മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. വെച്ചാൽ രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ അത്യാവശ്യം നല്ല ട്രിപ്പും കണ്ടിന്യൂ ആയിട്ട് ട്രിപ്പ് അടിയും. അത്യാവശ്യം ദൂരം കുറവും വാടക കൂടുതലും കിട്ടും. പിന്നെ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാടക പറ്റ ഡിമ്മാവും. പിന്നെ വാടക ഉണ്ടാവില്ല, വാടക കുറവായിരിക്കും, ദൂരം കൂടുതലായിരിക്കും. പിന്നെ 4 മണിക്ക് ശേഷം വീണ്ടും ഓടാൻ ഇറങ്ങുക വൈകുന്നേരം. അങ്ങനെ ഓടാൻ ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പൈസ തന്നെ ഉണ്ടാക്കാം. കുറഞ്ഞ ട്രിപ്പ്, കുറഞ്ഞ ദൂരം, ഏണിങ് കൂടുതലായിരിക്കും, പൈസ കൂടുതലായിരിക്കും. ഡ്രൈവർമാർക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ക്ഷമയാണ്. ബാക്കിയുള്ള ഡ്രൈവർമാരും പഴയ ഓൾഡ് ഇവിടെ ആദ്യമേ ഉള്ള ആൾക്കാരും പിന്നെ ഇവിടുത്തെ ആൾക്കാരും പുറത്തുനിന്ന് ഓടുന്ന ആൾക്കാരൊക്കെ നല്ല അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർ വന്ന് ചെറുതായിട്ട് നമ്മളെ ഒന്ന് മൂപ്പിക്കുകയൊക്കെ ചെയ്യും. റൈറ്റ് സൈഡിലേക്ക് നമ്മളെ വണ്ടിനോട് അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനോടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. അവർക്ക് അതിനെതിരെ പകരം വീട്ടുക അല്ലെങ്കിൽ വാശി തീർക്കുക എന്നുള്ള രീതിക്ക് നമ്മളും അതുപോലെ കാണിക്കാൻ പാടില്ല. മാക്സിമം ക്ഷമയാണ് വേണ്ടത്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. വേറെ ഏതോ ഒരു വണ്ടിക്കാര് തമ്മിൽ രണ്ട് ഡ്രൈവറും കസ്റ്റമറും തമ്മിൽ വഴക്കായി പ്രശ്നമായി വെട്ടുകൊണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കറങ്ങി നടക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഡ്രൈവർമാർ തമ്മിലുള്ള പ്രശ്നമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല, ഫോണിൽ കിടപ്പുണ്ട്. കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് അറിയാൻ പറ്റിയ എങ്ങനെയാണ്. 2 ഡ്രൈവർമാര് ഒരു കസ്റ്റമറുടെ അടുത്ത് വാടകന്റെ കാര്യത്തിൽ സംസാരമായിരുന്നു. ആദ്യം ഒരു വണ്ടിക്കാരൻ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞു. അത് ഈ നാട്ടുകാരൻ തന്നെ സംസാരിച്ചു, ഡീലാക്കി വെച്ചതാണ്. അപ്പൊ പുറത്തുനിന്ന് വന്ന വേറൊരു വേഗനാർ വണ്ടിക്കാരൻ അതിലും വാടക കുറച്ചിട്ട് ആ ഓട്ടം പോകാൻ തീരുമാനിച്ചു. അത് എന്താ ചെയ്യാ ടോൺ ചെയ്ത് സെറ്റാക്കി വെച്ചു. അപ്പൊ അതിന്റെ പേരിൽ 2 ഡ്രൈവറും ആദ്യം വന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്ന ഡ്രൈവറും ഈ വേഗനാർ ഡ്രൈവറുകാരും കൂടെ തമ്മിൽ വഴക്കായി, പ്രശ്നമായി, അങ്ങനെ അടിയായി. ഇപ്പൊ അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതാണ്. അപ്പൊ വേറൊരാൾ എടുത്ത ഓട്ടം നമ്മൾ എന്ത് ചെയ്യുക, എടുക്കാതിരിക്കുക, അത് ഒഴിവാക്കി വിടുക. അല്ലാതെ അവരെ കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് വാരാതിരിക്കുക. അപ്പൊ ഇവിടെ വരുന്ന പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെയെങ്കിലും ഓട്ടം കിട്ടുക, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, മാക്സിമം എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതിയിലാണ് ഏകദേശം ആൾക്കാരും ഇവിടെ ഓടുന്നത്. പക്ഷെ നമുക്ക് കിട്ടാനുള്ള ഓട്ടം നമുക്ക് തന്നെ കിട്ടും, വേറെ എങ്ങോട്ടും പോകില്ല. കാര്യം നമ്മള് ഒരു 3 ദിവസത്തേക്ക് 400 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്ത് നമുക്കിവിടെ ഓട്ടം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഓട്ടം എങ്ങോട്ടും പോകില്ല, അത് നമുക്ക് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമ വേണം. ഏതൊരു ഡ്രൈവറിനും ആദ്യം വേണ്ടത് ക്ഷമയാണ്. മറ്റുള്ള വണ്ടിക്കാരനോടൊപ്പം മത്സരിച്ച് ഓടാനോ, മറ്റൊരു വണ്ടിക്കാരൻ പെട്ടെന്ന് നമ്മുടെ സൈഡിലേക്ക് അടുപ്പിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ഭാഗ്യം കൊണ്ട്, നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ മാറ്റിയതായിരിക്കും. പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട്, നമ്മളെ കഴിവുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതായിരിക്കും. പക്ഷെ അവനെ പിന്നീട് പകരം വീട്ടാൻ വേണ്ടി അവനെ ഓവർടേക്ക് ചെയ്ത് അവന് അതേപോലെ ഒരു പണി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. മാക്സിമം ക്ഷമിച്ച് അത് ഒഴിവാക്കി വിടുക. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ട്രിപ്പ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരുടെ ട്രിപ്പ് പിന്നെ എടുക്കാതിരിക്കുക. പിന്നെ പുറത്തുനിന്നുള്ള ട്രിപ്പുകൾ അധികവും എടുക്കാതിരിക്കുക. കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരും പിന്നെ ഇവിടുത്തെ ആൾക്കാരല്ലാതെ ഇവിടെ വന്ന് സെറ്റിലായ ആൾക്കാരൊക്കെ ലാംഗ്വേജ് നല്ല ഫ്ലുവന്റ് ആയിട്ട് കർണാടക, ഇംഗ്ലീഷ്, ഹിന്ദി സംസാരിക്കും. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആൾക്കാർ എല്ലാം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ഈ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഓട്ടം ഊബർ ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ ഓട്ടം വിളിക്കാം പോവാന്ന് പറയും. അതിൽ കയറി പോയി കഴിഞ്ഞാല് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെ നാടെത്തി കോളനി ആയിരിക്കും. അവരെ നാട്ടിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവര് പറയുന്ന പൈസ ആയിരിക്കും ചിലപ്പോൾ. ആ പൈസ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തർക്കിക്കാൻ പറ്റൂല. കാര്യം നമ്മളിവിടെ വന്നതിന് തെളിവില്ല. നമ്മൾ ഊബർ മാത്രം ഓടുന്ന ആൾക്കാരാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു ട്രിപ്പ് എടുത്ത് വന്നെന്നും പറഞ്ഞുകൊണ്ട് കമ്പനിയെ വിളിച്ച് പറയാൻ പറ്റൂല. പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ ഈ വണ്ടീന്റെ ഇതുമായിട്ടാണ് കേസിൽ മുന്നോട്ട് പോവുക. അപ്പൊ പിന്നെ എന്തോരും കമ്പനിയിൽ അറിയും. പിന്നെ നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. മാക്സിമം പുറത്തുനിന്നുള്ള ട്രിപ്പ് ഒഴിവാക്കുക. രണ്ടാമത് ഊബറിൽ നിന്ന് തന്നെ ട്രിപ്പ് എടുക്കുക. പിന്നെ ബാക്കി റാപ്പിഡ് ഓടുന്നുണ്ടെങ്കിൽ അത് ഓടാം. നമ്മളിപ്പോൾ ഊബറിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, അത് തന്നെ ട്രിപ്പ് എടുക്കുക. പിന്നെ എയർപോർട്ട് ട്രിപ്പ്, എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് എടുക്കുന്നുണ്ട്. ടെർമിനൽ 1-ന്നോ 2-ന്നോ ട്രിപ്പ് അടിക്കും. പിക്കപ്പ് പോയിന്റ് ഉണ്ട് ഊബറിന്റെ. അപ്പോൾ 1-ന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓൺലൈൻ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ UPI ട്രിപ്പ് എടുത്താലോ, എയർപോർട്ടിൽ നിന്ന് UPI ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ UPI പേയ്മെന്റ് ആയിട്ടോ നമുക്കത് കിട്ടും.
എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ എയർപോർട്ടിൽ 300 രൂപയോളം എയർപോർട്ടിൽ കമ്മീഷൻ ഉണ്ട്. അപ്പൊ ആ പൈസയൊക്കെ നമ്മളെ കയ്യിൽ അധികം കൂട്ടി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം 10 ട്രിപ്പ് എയർപോർട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 3000 രൂപ എയർപോർട്ടിൽ കൊടുക്കേണ്ട പൈസ നമ്മുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അത് വീക്കെൻഡ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ നേരത്ത് വണ്ടീന്റെ വാടക, പിന്നെ ഊബറിന്റെ കമ്മീഷൻ പൈസ, പിന്നെ അവിടെ കൊടുക്കാനുള്ള പൈസ എല്ലാം കൂട്ടുമ്പോൾ 10,000 രൂപയുടെ മുകളിലേക്ക് പോകും. വലിയൊരു സംഖ്യയായി വരും. അപ്പൊ നമുക്ക് ഞായറാഴ്ച ദിവസം കൊടുക്കാൻ പറ്റില്ല, പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ 3 ദിവസം കൂടും. പിന്നെ 3 ദിവസം കൊണ്ടും കൊടുക്കാൻ പറ്റില്ല, പിന്നെയും നീട്ടേണ്ടി വരും. അപ്പൊ ഒരാഴ്ച നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പോവുകയാണ്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുക്കുന്ന അവിടുത്തെ പീക്ക് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല സമയത്തും വാടക എത്രയാണ് നമുക്ക് അറിയാൻ പറ്റില്ല. ആപ്ലിക്കേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഊബറിനകത്ത് ഏർണിങ്സ് ഉണ്ടെന്ന് കാണിക്കും. പക്ഷെ കിലോമീറ്ററിന് തീരെ കുറവ് എന്ന് പറഞ്ഞാൽ 10 രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടുക. ഒരു കിലോമീറ്ററിന് 10 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ നമുക്കത് വാടക ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഊബറിൽ നമുക്ക് വാടക ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.